ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നത്തെ ഒരു പ്രഭാതം കൂടി ദൈവം തന്നതിന് നമുക്ക് നന്ദി പറയാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന മാധ്യസ്ഥതയോടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. കരുണയുള്ള നല്ല അമ്മേ, നീയാണല്ലോ ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും. അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. നാരകീയ സർപ്പങ്ങളുടെ തലയെ തകർത്ത പരിശുദ്ധ അമ്മേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുക്കളിൽ നിന്നും, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ, അഗ്നിബാധ, ജലപ്രളയം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, വാഹന അപകടങ്ങൾ, വൈദ്യുതാഘാതം എന്നിവയിൽ നിന്നും, കള്ളന്മാർ, അക്രമികൾ എന്നിവരിൽ നിന്നും നിങ്ങൾക്ക് ഏത് മേഖലയാണോ സംരക്ഷണം വേണ്ടത്, ആ മേഖലയെ ഇവിടെ കൂട്ടിച്ചേർത്ത് പരിശുദ്ധ അമ്മയുടെ ഉമ്മലഹൃദയത്തിലൂടെ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ. ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവ അനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും പാപത്തിൽ നിന്നകന്ന് നന്മയിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. കർത്താവിലേറെ സ്നേഹം നിറഞ്ഞവരെ, ഈ ഓഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഓഡിയോകളും നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിത വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നിത്യതയിലേക്ക് നമ്മൾ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ വിശുദ്ധി നമ്മൾ കാത്തു പരിപാലിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രലോഭനങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയവിശുദ്ധി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിശുദ്ധിക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്. ഇന്നലത്തെ ഞാൻ ടോക്കിലിട്ടതും ഒരുപക്ഷെ അനുഗ്രഹങ്ങളുടെ പുറകെ പോകരുത്, കാരണം അത് പൈശാചികത നിറഞ്ഞ മേഖലയാണ്. ദൈവികമായിട്ടുള്ള വിശുദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തിൽ ഒരു 99% അടയാളങ്ങളും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും സംഭവിക്കുന്നതൊക്കെ തന്നെ പൈശാചികതയായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ്. കാരണം സാത്താൻ നമ്മളെ നിത്യജീവനിൽ നിന്നും നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ഹൃദയത്തെയൊക്കെ മാറ്റി അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോവാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓടി നടക്കുമ്പോൾ നമ്മളവിടെ വിശുദ്ധി നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഇടയ്ക്കുണ്ടായിട്ടുള്ള കത്തോലിക്ക സഭയുടെ ഒരു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ആ ഒരു സമ്മേളനത്തിനിടയിൽ നമ്മുടെ ഫാദർ ഡാനിയലച്ചൻ പറയുന്നൊരു കാര്യം എന്നെ വളരെയധികം ഹൃദയത്തിൽ കൊണ്ടൊരു കാര്യമാണ്. ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുമുണ്ട് അല്ലേ? അപ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അതിനകത്ത് എന്താണ് അവർ ചെയ്തിരിക്കുന്നത്, ആ രീതികളും കാര്യങ്ങളും ഒക്കെ പരിശ്രമിച്ച് നമുക്കും ഇതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്താനുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മളും ഉണ്ടാവാറുണ്ട്. അതൊക്കെ വളരെ നല്ലതാണ്, വളരെ നല്ല കാര്യം. പക്ഷേങ്കിൽ അച്ഛൻ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എടുത്തു പറയുന്നൊരു പോയിൻ്റുണ്ട്. ഇത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിനും നമ്മളല്ല. ഹല്ലേലൂയ. കാരണം
നമ്മൾ ഇന്ന് സാക്ഷ്യപ്പെടുത്തി യേശുവിൻ്റെ മുമ്പിൽ നല്ല വ്യക്തിയായിട്ട് നമ്മൾ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ പിന്നെയും നമ്മൾ പഴയ രീതിയിലേക്ക് ആവുകയാണ് ചെയ്യുന്നത്. ശരിയായിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കേണ്ട ഒരു ജീവിത രീതി എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന രീതിയല്ല, അത് തെറ്റാണ്. വിശുദ്ധി നമുക്ക് നിലനിർത്താനായിട്ട് ഈശോ എനിക്ക് തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനമാണ്, നിയമങ്ങളാണ്. അപ്പം ഈ വചനം കൂടാതെ നമുക്ക് ഒരിക്കലും ജീവിത വിശുദ്ധി നേടാനായിട്ട് പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും പരിപൂർണമായി സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവവചനം പഠിച്ചിരിക്കണം. വിശുദ്ധി നേടാനുള്ള ഏറ്റവും വളരെ നല്ലൊരു മാർഗം എന്ന് പറയുന്നതും തിരുവചനമാണ്. വചനം പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു വർഷത്തേക്കൊക്കെ ബൈബിൾ പഠനം നടത്തുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബൈബിൾ പഠിക്കുന്നത് പോലും നമ്മൾ നിയോഗങ്ങൾ വെച്ചിട്ടാണ്, അല്ലേ? ഇത്ര മാസം കൊണ്ട് ഞാൻ ബൈബിൾ വായിച്ച് തീർത്തേക്കാം, അതിനകത്ത് നമ്മൾ നിയോഗം കൂടി എഴുതി ചേർക്കും. സത്യത്തിൽ നമ്മൾ ഇത് ചെയ്യുന്നത് ശരിക്കും ഒരു വിഡ്ഢിത്തരമാണ്. കാരണം നമ്മൾ വചനം ശരിക്കും നമുക്ക് വേണ്ടത് ഈ നിയോഗങ്ങൾ സാധിക്കുക എന്നുള്ളതല്ല വചനം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ നിയമപുസ്തകം അത് ദൈവം നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു പുസ്തകം? എവിടെയെങ്കിലും കാണാൻ പറ്റും? നമ്മൾ ഒരുപാട് റീഡിങ് ചെയ്യുന്ന ആളുകൾ ഇത് കേൾക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളോട് ഏതെങ്കിലും പുസ്തകം നിങ്ങളോട് തിരിച്ച് സംസാരിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ചോദിക്കുന്നതിനല്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട മറുപടികളെല്ലാം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. നമ്മളോട് തിരിച്ച് നമുക്ക് മറുപടി പറയുകയും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു പുസ്തകം മാത്രമേ ഈ ലോകത്തുള്ളൂ, അത് ബൈബിളാണ്. കാരണം അത് ജീവിക്കുന്ന ദൈവമാണ് വിശുദ്ധ വേദപുസ്തകം. അവൻ രക്തത്തിൽ മുങ്ങിയിരിക്കുന്ന മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം വിശുദ്ധ ഗ്രന്ഥമെന്നാകുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, വിശുദ്ധ വേദപുസ്തകത്തിലുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ചു മാത്രം പോവാതെ ബൈബിൾ വേർഡ്സ് അത് പഠിക്കണം. ഒരുപാട് ഏകദേശം 31,000 സംതിങ്ങോളം ബൈബിൾ വചനങ്ങൾ ഉണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക്. പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്ന 1000 വചനമെങ്കിലും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ഓരോ ദിവസവും നമ്മൾ വചനം പഠിക്കുമ്പോൾ ആ വചനം നമ്മുടെ മേഖലകളെ, ഏത് മേഖലയിലാണോ നമുക്ക് പാപത്തിൻ്റെ ബന്ധനങ്ങളുള്ള കെട്ടുകളുള്ള ആ മേഖലകളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലും വേറൊരു വഴി ഇല്ല. നമ്മൾ എത്ര ജപമാല ചൊല്ലിയെന്ന് പറഞ്ഞാലും നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ കുശുമ്പും കുന്നായ്മയും പാപത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ കണിക കിടപ്പുണ്ടെങ്കിൽ വെറുതെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രയോജനം പോലുമില്ല. വീണ്ടും ഞാൻ പറയുകയാണ്, അതുകൊണ്ട് ഒരു പ്രയോജനം പോലുമില്ല. നമ്മൾ എത്ര നിയോഗങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയെന്ന് പറഞ്ഞാലും ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ യേശുവിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരവും മനസ്സും വിശുദ്ധീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, യേശുവിനെ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പരാജയമാണ്, ഏറ്റവും വലിയ പരാജയം. അപ്പം അത് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ അതുകൊണ്ട് എന്നും ബൈബിള് വായിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുമല്ലോ, ഞങ്ങളെന്നും ബൈബിള് വായിക്കുന്ന ആൾക്കാരാണ്. എത്ര വചനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് നിങ്ങൾ നോക്കി. നിങ്ങൾ വചനം പഠിക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും വിശുദ്ധി കാത്ത് പരിപാലിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ബൈബിൾ റീഡിങ് ചെയ്യണം, അരമണിക്കൂറൊക്കെ നമ്മൾ ബൈബിൾ വായിക്കണം. പക്ഷേ ഒരു ദിവസം ഒരു 5 വചനമെങ്കിലും നമ്മൾ കാണാതെ പഠിക്കണം. നമ്മൾ അതിനോട് തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. അത് മനപ്പാടാക്കും തോറും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വാക്കുകളിലൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. അല്ലാതെ നമ്മൾ കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് കുറ്റവും കുറവും പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി അവരെയും പരിഹസിച്ച് മറ്റുള്ളവരെയും പരിഹസിച്ച് നമ്മുടെ വീട്ടിലുള്ളവരെയും കുറ്റപ്പെടുത്തി
എന്തിനാണ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ഒരാളുടെ ഒരു ഒറ്റ പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി മതി നമ്മുടെ ഒരു സമൂഹം തന്നെ രക്ഷപ്പെടാനായിട്ട്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? വിശുദ്ധി നേടാൻ ആഗ്രഹിക്കുക. അതിനായിട്ടുള്ള ഏക മാർഗമാണിത്. വിശുദ്ധി നേടാനുള്ള ഏക മാർഗമാണ് വചനം ഭക്ഷിക്കുക. മത്തായി 4:4 കർത്താവ് പറയുന്നില്ലേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് സമമാണ് നമ്മൾ ഈ ഭക്ഷിക്കുന്ന വചനം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ശക്തിയും പവറും എന്നാന്ന് പല ആളുകൾക്കും അറിയത്തില്ല. നമ്മൾ എന്നും ഇങ്ങനെ ബൈബിൾ റീഡ് ചെയ്ത് പോകുന്നു എന്നല്ലാതെ അതിനകത്തുള്ള വചനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കുന്നില്ല. ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാനായിട്ട് ഇതിനു വേണ്ടി, ദൈവത്തിൻ്റെ സ്നേഹം നിറയ്ക്കപ്പെടാൻ വേണ്ടി മാത്രമായിട്ട് ഒരു മുറി, ഒരു റൂം പോലെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുന്നവരോടും ചോദിക്കുകയാണ്, ചില ദിവസങ്ങളിൽ ചില പ്രതിസന്ധികൾ നമുക്ക് പ്രാർത്ഥിച്ചാൽ ഒരു ശൂന്യത നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന ശരിയല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഹൃദയം ശരിയല്ലാത്തത് കൊണ്ടാണ്. എന്തിനാണ് നമുക്ക് ആ ശൂന്യത തോന്നുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു അറയിൽ ഒരു അറ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്, ദൈവസ്നേഹത്തിന് മാത്രമായിട്ട്. ആ ദൈവസ്നേഹം നിറയേണ്ടടുത്ത് നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാം കുത്തിക്കയറ്റി വെക്കും. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രാർത്ഥനയും കൊണ്ടുവന്ന് വെക്കും, അല്ലേ? ദൈവത്തിൻ്റെ കൃപ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇറങ്ങുമോ? ഇല്ല. ഇത് എല്ലാം കൂടി മിക്സ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ ഒന്നാം സ്ഥാനം യേശുവിന് കൊടുക്കുക എന്നുള്ളത് വചനം നമ്മൾ പഠിക്കുന്നത് മൂലം നമുക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാനും പാപത്തിൽ വീഴാതിരിക്കാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ട ഏക മാർഗം വചനം പഠിക്കുക. അപ്പം നമ്മൾ തീരുമാനം എടുക്കുക, ഇന്ന് തൊട്ട് ഞാൻ ഒരു 5-10 വചനം മനപ്പാഠം പഠിക്കും. എന്നിട്ട് നമ്മൾ കിടക്കുന്നതിന് മുൻപ് ഈ വചനങ്ങളൊക്കെ എടുത്തൊന്ന് വായിച്ച് നോക്കണം. രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഏൽക്കുമ്പോൾ ഈ വചനങ്ങളൊന്ന് വായിച്ച് നോക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ഓർക്കണം, ദൈവം നമ്മൾ എന്ത് ചെയ്തു എന്ന് ഒരിക്കലും കർത്താവ് നോക്കുന്നില്ല. കർത്താവ് എന്താ ചെയ്യുന്നത്? മനുഷ്യൻ ബാഹ്യരൂപത്തിലാണ് ചിന്തിക്കുന്നെങ്കിൽ ദൈവം ഹൃദയഭാവത്തിലാണ്. എത്ര കൊടും പാപിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈശോ ക്ഷമിക്കുന്നേ? അവരെത്ര വലിയ പാപി ആയിക്കൊള്ളട്ടെ, അവരുടെ ഹൃദയത്തിനുള്ളിൽ ദൈവം കാണുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവ രീതികൾ അവരുടെ ഹൃദയത്തിനുള്ളിൽ നല്ല സ്നേഹം ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരാളെ കുറ്റപ്പെടുത്തുന്നു, എന്നാൽ ദൈവം അവനെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ്? ദൈവം നീതിമാന്മാർക്ക് വേണ്ടി അല്ലല്ലോ കുരിശിൽ മരിച്ചത്, പാപികൾക്ക് വേണ്ടിയിട്ടല്ലേ. ദൈവം നമ്മുടെ കർത്താവ് നമ്മളെ നോക്കുന്നത് നിങ്ങൾ ബൈബിള് വായിച്ചോന്നല്ല, ഹല്ലേലൂയ, നിങ്ങൾ ജപമാല ചൊല്ലിയോന്നല്ല, നിങ്ങൾ സന്ധ്യാപ്രാർത്ഥന നടത്തിയോന്നല്ല. കർത്താവ് ഇതിലൂടെയൊക്കെ നോക്കുന്നത് നിങ്ങൾ എങ്ങനെ അത് ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയം അതിനു വേണ്ടി ദാഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടോ, സ്നേഹമുണ്ടോ. നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ഈശോ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? നമ്മുടെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവ് ആലോചിക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണ്. നമ്മുടെ ആലോചനകളെല്ലാം വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളിങ്ങനെ വാരി വലിച്ചൊന്നും പ്രാർത്ഥിക്കാതെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതേ രീതിയിൽ നിങ്ങൾ വചനം ഭക്ഷിച്ചിരിക്കണം. കാരണം വചനം യേശുവാണ്. ആ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരറയിൽ കൂട്ടി വെക്കണം. അതിൻ്റെ ഓരോ വചനത്തിൻ്റെയും ശക്തി നമ്മുടെ ഹൃദയത്തെയും നമ്മൾ എവിടെയായിരിക്കുന്നുവോ ആ പരിസരത്തെയും നമ്മുടെ കുടുംബത്തെയും വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ ആപത്ത് ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ വചനം നമുക്ക് സഹായമാകുന്നു, നമ്മളോട് വചനം സംസാരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ തീരുമാനമെടുക്കുക, എനിക്ക് വചനം പഠിക്കണം.
എത്ര വചനമെങ്കിലും ഞാൻ പഠിച്ചിരിക്കും. ഒരു ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ ബാക്കിയുള്ള എല്ലാം ഒന്ന് മാറ്റി വെച്ച് സീരിയലും സിനിമയും ഇതൊക്കെ കാണുന്നതും ഇതൊക്കെ കാണുന്നതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എത്രയോ മണിക്കൂറുകളാണ് നമ്മളൊക്കെ ഒരു ടി വിയുടെ ഒക്കെ മുമ്പിലിരിക്കുന്നത്. ഇതൊക്കെ ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമുക്കൊരു ഒരു ഒരു ജസ്റ്റ് ഒരു പ്ലേ ടൈം പോലെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെയൊക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് ആ ഒരു ടൈമൊക്കെ നമുക്ക് 1 മണിക്കൂർ, ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാത്തിനും ഒരു സമയം ക്രമീകരിച്ച് വെക്കുക. എന്നിട്ട് ദൈവത്തിന് കൂടുതൽ സ്ഥാനം നിങ്ങൾ കൊടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ. നിങ്ങൾക്കറിയാം, ഞാൻ എത്രത്തോളം ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ? നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ വീഴും, പാപത്തിലൊക്കെ വീഴും. പക്ഷെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോണം. വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിച്ചോണം. നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരിക്കലും പിശാചിന് വിട്ടുകൊടുക്കാതിരിക്കുക. ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ നമ്മുടെ കുടുംബവും നമ്മുടെ വീടും ചുറ്റും. കൊണ്ട് കർത്താവ് സംരക്ഷിക്കട്ടെ. അതിന് വചനം എന്ത് ചെയ്യണം? നമ്മൾ ഭക്ഷിക്കണം. നിങ്ങൾ വചനം ഭക്ഷിക്കുക. മനസ്സിലായോ? അപ്പം എല്ലാ ദൈവമക്കളും ഇന്ന് തൊട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ ബൈബിള് വായിക്കുന്നതോടൊപ്പം തന്നെ 1-2 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വചനവും കൂടി പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.